അങ്ങനെ രാവിലെ മുതൽ നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂസ്, പിണറായിയുടെ വീട്ടിൽ ED റെയ്ഡ്. പിണറായി വിജയനെ പിടിക്കാൻ അതിനൊക്കെയാണോ ഈ ED റെയ്ഡ് നടന്നതെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കണേ. ഇത് വീണ വിജയൻ ഈസ് ദ ഫാക്ടർ. ഇവിടുത്തെ കുറേ അന്തംഗമ്മികൾ ഇപ്പം എന്താ ചെയ്തിരിക്കണ അറിയോ? വീണ വിജയനും വീണ വിജയൻ്റെ കമ്പനിയും CMRL തമ്മിലുള്ള ഒരു 1.72 crore rupees ഡീല്, അതിനെ തുടർന്നിട്ടുണ്ടായ ഇൻവെസ്റ്റിഗേഷനാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ ഒരു അന്വേഷണം. അതിനെ തുടർന്ന് ED അന്വേഷണത്തിന് വരുന്നു. ഇനി CBI വരും. ഇവിടെ ഈ 1.72 crore ട്രാൻസാക്ഷൻ ടു എക്സാലോജിക് സൊല്യൂഷൻസ്, പിണറായി വിജയൻ്റെ മകളുടെ കമ്പനിയായ വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിലേക്ക് കരിമണൽ കർത്തയുടെ CMRL കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡിൽ നിന്ന് എന്തോ ഒരു സേവനം ഈ കമ്പനിക്ക് പിണറായി വിജയൻ്റെ മകളുടെ കമ്പനി കൊടുത്തു എന്നുള്ള പേരിലാണ് 1.72 crore ഇവരെന്ത് ചെയ്തിട്ടുള്ളത്. 2017 2020 ഇടയിൽ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു പൈസേൻ്റെ കണക്കിൻ്റെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഏത് രീതിയിലുള്ള സേവനം കൊടുത്തു? ഒരു IT സൊല്യൂഷൻ കമ്പനിയാണ്, നിങ്ങൾ എന്ത് രീതിയിലുള്ള സൊല്യൂഷൻസാണ് ആ ഒരു കമ്പനിക്ക് കൊടുത്തത്, എന്തിൻ്റെ ബേസിസിലാണ് ഈ പൈസ കൊടുത്തത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത്ര വർഷങ്ങളായിട്ടും SFIയുടെ മുന്നിലും ഇല്ലാന്നുണ്ടെങ്കിൽ EDയുടെ മുന്നിലും ഇവർക്കെതിരെ വരുന്ന ഓരോ അന്വേഷണത്തിന് മുന്നിലും ഇന്നേ വരെ വീണ വിജയന് എന്തിൻ്റെ പേരിലാണ് ഈ കാശ് കൈപ്പറ്റിയെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു തെളിവും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ കേസ് ഇന്ന് ഈ രീതിയിൽ ഇത്രയും ഗ്രാവിറ്റിയിൽ മാറിയത് എന്നുള്ളത് നിങ്ങൾ ദയവേത് കമ്മികൾ മനസ്സിലാക്കുക. ഇത് പിണറായി വിജയനെതിരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഉള്ളൊരു കേസല്ല. ഇപ്പം എന്താ ഉണ്ടായേ? ഇന്ന് ആകെ മൊത്തം എല്ലാം അടിച്ചു പൊട്ടിച്ച്, EDയുടെ വണ്ടി അടിച്ചു പൊട്ടിച്ച്, മോദീനെ കുറേ തെറി വിളിച്ച്, രാഹുൽ ഗാന്ധിനെ തെറി വിളിച്ച്, VD സതീഷിനെ തെറി വിളിച്ച്, ഇന്നലെ VD സതീഷിനും മോദിയും തമ്മിൽ കണ്ടുമുട്ടി, ഇന്ന് പിണറായി വിജയൻ്റെ വീട്ടിൽ ED കയറി, ഇങ്ങനെ ഒരു നറേറ്റീവും കൊണ്ടുവന്ന് പിണറായി വിജയൻ്റെ മകള് തുടങ്ങിയ കമ്പനി ഉണ്ടാക്കിയ പ്രശ്നം ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രശ്നമായി മാറി, ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രശ്നമായി മാറി. പിണറായി വിജയനെ പോലും നേരിട്ട് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, അവർ ചോദ്യം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഈ ഉണ്ടാക്കിയ അലമ്പും ഇവരുടെ കാറടിച്ച് പൊട്ടിക്കലും എല്ലാം കൂടി ആയപ്പോൾ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. 10 വർഷം കേരളം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഏതെങ്കിലും രീതിയിലുള്ള വഴിവിട്ട മകളെ സഹായിക്കാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇനി ഇൻവെസ്റ്റിഗേഷൻ്റെ അണ്ടറിൽ ഒരു കൊണ്ടുവരും. ഇനി പിണറായി വിജയൻ തൂങ്ങും. വൈ? ബിക്കോസ് ഈ കാണിച്ചു കൂട്ടിയ കാരണങ്ങളുണ്ട്. എന്നാലും ഇത്ര അന്തംഗമികളായിരുന്നു ഇവിടെ കേരളത്തിലെ ഈ ചില കമ്മ്യൂണിസ്റ്റ് പൊട്ടന്മാർ. സീരിയസ് ആയിട്ട് ചോദിക്കുക, ഒരാൾക്കും ഇത് എന്തിനാ ഏതിനാന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്ന് പറയുമ്പോണ്ടല്ലോ, സീരിയസ്ലി മാൻ, നിങ്ങൾ കുറച്ചൊന്ന് ന്യൂസ് എടുത്തിട്ട് യൂട്യൂബിലോ ഗൂഗിളിലോ ഒന്ന് സെർച്ച് ചെയ്യ്, എന്താണ് ഈ കേസ് എന്നുള്ളത്. വീണ വിജയന് എന്തിൻ്റെ പേരിലാണ് CMRL കേസുമായിട്ട് ബന്ധപ്പെട്ട് വീണ വിജയൻ്റെ പേര് SFIOൻ്റെ അന്വേഷണ ഏജൻസിയുടെ അണ്ടറിൽ വന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ന്യൂസ് ലിങ്കുകൾ കിട്ടും. ഞാൻ തന്നെ ഇന്ത്യ ചാനലിൽ ഒരുപാട് വട്ടം ഇത് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ദയവേത് ഇതൊന്നും അറിയാതെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഇതെല്ലാം കൂടി എടുത്തിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ വന്നാന്നുള്ള നറേറ്റീവൊക്കെ പിണറായി വിജയൻ പറയും, ബാക്കി നേതാക്കന്മാർ പറയും. നിങ്ങളതെടുത്ത് തലയിൽ വെക്കരുത്. നിങ്ങൾക്ക് ഇതിലൊരു ബാധ്യതയില്ല. നിങ്ങൾക്ക് ഇതെടുത്ത് തലയിൽ വെക്കേണ്ട ഒരു ആവശ്യവും നിങ്ങൾക്കില്ല. ഇത് നിങ്ങളുടെ ബാധ്യതയാക്കി മാറ്റുകയാണ് നിങ്ങൾ. മനസ്സിലായോ? സോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കണ്ടുപോലെ സംഗതി ഭയങ്കര വിഷയമായി. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ മൊത്തത്തിൽ ഇളകി, ആകെ മൊത്തം EDയുടെ വണ്ടി അടിച്ച് പൊട്ടിച്ച വിഷ്വൽസൊക്കെ നിങ്ങൾ കണ്ടു കാണും. നമുക്ക് 1 by 1 ന്യൂസിലൂടെ പോയി നോക്കാം. അതെ, രണ്ടുപേരെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നത്. ഒന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെയാണ്. മറ്റൊന്ന് CMRL MD ശശിധരൻ കർത്തയുടെ മകൻ ശരണസ് കർത്തയാണ്. ഈ രണ്ടുപേരെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നത്. ഈ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന വീണ വിജയന്റെ സ്ഥാപനത്തിന് 1.72 കോടി രൂപ
നൽകിയതുമായി ബന്ധപ്പെട്ടാണ്, CMRL നൽകിയതുമായി ബന്ധപ്പെട്ടാണ്, അത് കള്ളപ്പണം വെളുപ്പിക്കലാണ് എന്ന കാര്യമാണ് നേരത്തെ ആദായ നികുതി വകുപ്പ് അവരുടെ പരിശോധനയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ, അതായത് ഇത് രേഖപ്പെടുത്തിയിരുന്നില്ല എന്നാണ്. പിന്നീടാണിത് ഈ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട അത്തരം ആരോപണങ്ങളിലേക്കൊക്കെ കടക്കുന്നത്. ഇതിന് കൃത്യമായി നികുതി നൽകിയിരുന്നില്ല എന്ന കാര്യവും നേരത്തെ ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് പിന്നീട് അതൊരു രാഷ്ട്രീയ വിവാദമായി കേരളത്തിൽ മാറുന്നു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ വീണ വിജയനെയും വീണ വിജയന്റെ സ്ഥാപനമായ എക്സാലോജിക് സൊല്യൂഷൻസിനെയും ന്യായീകരിച്ച് രംഗത്തെത്തുകയും ചെയ്തതിനും കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അങ്ങനെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾ നടത്തിയിട്ടുള്ള ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ ഇടപാടുമായി ബന്ധപ്പെട്ട്, അതിൽ ഈ ആദായ നികുതി വകുപ്പ് ഉന്നയിച്ചിട്ടുള്ള ചില സംശയങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ കണ്ടെത്തലുകളുമായി ബന്ധപ്പെട്ടൊക്കെ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് CPIM എന്ന പാർട്ടിക്ക് തന്നെ രംഗത്തെത്തേണ്ടി വന്നിട്ടുണ്ട്. നിയമസഭയിൽ ഇക്കാര്യം മാത്യു കുഴൽനാടൻ പലതവണ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ സ്വീകരിച്ചിരുന്ന നിലപാട് അത് രണ്ടുപേർ തമ്മിലുള്ള, രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഇടപാടാണ്. അതുകൊണ്ട് അത് മുഖ്യമന്ത്രിയുടെ കുടുംബം എന്ന നിലയിലേക്ക് അത് വലിച്ചിഴക്കേണ്ടതില്ല എന്ന കാര്യമായിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ സ്വീകരിച്ചിരുന്ന നിലപാട്. അതേ ഇത് ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് അന്വേഷണ ഏജൻസിയുടെ കയ്യിലുള്ളത് എന്ന് അറിയാതെ നമുക്കത് സംബന്ധിച്ച് ഒന്നും പറയാനാവില്ല. എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് നേരിടുന്നതിന് നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വാഭാവികമായും ആ കുടുംബം സ്വീകരിക്കുകയും ചെയ്യും. അക്കാര്യത്തിൽ നമുക്കിപ്പം ഉറപ്പിച്ചൊന്നും പറയാനാവില്ല എന്താണ് എന്നുള്ളത്. അപ്പോൾ അന്വേഷണ ഏജൻസി ഇവിടെ എത്തിയത് അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ്. അപ്പോൾ അവരുടെ കയ്യിൽ എന്താണ് ഉള്ളത് എന്ന് അറിയാത്തൊരു കൂട്ടർ അതിനെപ്പറ്റി മറ്റെന്തെങ്കിലും അഭിപ്രായം പറയുന്നത് ശരിയാവില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ന്യൂസിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് പിണറായി വിജയനെ ഡയറക്റ്റ് ചെയ്തൊരു കാര്യമല്ല, ഡയറക്റ്റ് അങ്ങോട്ട് ഹിറ്റല്ല, വീണ വിജയനിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ദയവേത് മനസ്സിലാക്കുക. ആ കമ്പനിയുടെ ഓഡിറ്റ് വിഷയങ്ങളുണ്ട്, പണം കൈപ്പറ്റിയതിൽ അവർക്ക് കൃത്യമായിട്ടുള്ള പ്രൂഫുകൾ കൊടുക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്, ഇൻകം ടാക്സ് റിലേറ്റഡ് വിഷയങ്ങളുണ്ട്, അവിടുന്ന് SFIOയിലേക്ക് പോയി ആ വിഷയങ്ങൾ, പിന്നെ അത് EDയിലേക്ക് പോകുന്നു. ആൻഡ് ഇപ്പം ലാസ്റ്റ് നിങ്ങൾ കേട്ടത് പിണറായി വിജയൻ പറയുന്നത് ബിനീഷ് കോടിയേരിയുടെ എഗെയിൻസ്റ്റ് ED റെയ്ഡ് വന്ന സമയത്ത് ആ ടൈമിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മുഖ്യമന്ത്രിയായിട്ടിരുന്ന മനുഷ്യൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ഫാമിലിക്ക് അത് നേരിടാൻ അറിയാം, അവിടെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് EDക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ട് അവർ വന്നതായിരിക്കും. അപ്പോൾ സ്വന്തം ഫാമിലിയിലേക്ക്, സ്വന്തം മകളിലേക്ക് ED എത്തുമ്പോൾ മൂപ്പരത് മൊത്തം പാർട്ടിയെ ബന്ധിപ്പിച്ച്, അല്ലെങ്കിൽ അത് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നതാണ്, മോദി കൊണ്ടുവന്നതാണ്, VD സതീശൻ കൈ കൊടുത്തുകൊണ്ടാന്നുള്ള രീതിക്കുള്ള നറേറ്റീവിലേക്കൊക്കെ എങ്ങനെ പോകാൻ സാധിക്കുന്നു? അപ്പം നറേറ്റീവ് മാറിയോ? ബിനീഷ് കോടിയേരിയുടെ ഫാമിലിയിലേക്ക്, ബിനീഷ് കോടിയേരിയിലേക്ക് ED എത്തിയ സമയത്ത് EDക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ എന്തെങ്കിലും പ്രൂഫ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവരവരുടെ കൃത്യനിർവഹണം ചെയ്യട്ടെ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, ആ സമയത്തുണ്ടായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇന്ന് ഒപ്പോസിഷൻ ലീഡർ, ആ വ്യക്തി ഇന്ന് പറയുകയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്ക് ആവശ്യം എൻ്റെ വീട്ടിലേക്ക് ED കയറുക എന്നുള്ളതായിരുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് സാർ നിങ്ങളുടെ വീട്ടിലേക്ക് ED കയറിയേ? നിങ്ങളുടെ മകൾ താമസിക്കുന്ന വീട് അതായതുകൊണ്ടാണ്. എന്തിനാണ് റിയാസിൻ്റെ വീട്ടിലേക്ക് ED കയറിയത്? റിയാസിൻ്റെ ഭാര്യ വീണ ആയതുകൊണ്ടാണ്. സോ അതൊരു ഫാക്ടറാന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ഇന്ന് വീണയെ മാത്രമല്ല, ശരൺ എസ് കർത്തയെയും ഇന്ന് ചോദ്യം ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? അതായത് കരിമണൽ കർത്തയുടെ മകൻ, വൺ ഓഫ് ദ ഡയറക്ടർ, മാനേജിങ് ഡയറക്ടറാണ് ശരൺ എസ് കർത്ത. അപ്പോൾ ഈ കേസ് ചെറിയൊരു ഗ്രാവിറ്റിയിൽ നിൽക്കുന്നൊരു വിഷയമായിട്ട് നിങ്ങൾ ഒരിക്കലും എടുക്കാതിരിക്കുക. ഓക്കെ, കാരണം ഇത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പലർക്കെതിരെയും പല സാഹചര്യത്തിലും ഇതേപോലെ EDയെ ഇറക്കി കളിച്ചിട്ടുണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല എവിടെയും. പക്ഷേ ഈ വിഷയത്തിൽ CMRLന്, എക്സാലോജിക് സൊല്യൂഷൻസ്, ഇവർ തമ്മിലുള്ള ഈ 1.72 crore റുപ്പീസിൻ്റെ കണക്ക്, അത് എന്തിനു കൊടുത്തു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു രീതിയിലുമുള്ള എക്സ്പ്ലനേഷൻസ് കൊടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഒരു കമ്പനി ആവുമ്പോൾ ആ കമ്പനി ഒരു സേവനം വേറൊരു കമ്പനിക്ക് കൊടുക്കും, ഒരു കമ്പനി, ഒരു IT സൊല്യൂഷൻ വേറൊരു കമ്പനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള, ഇപ്പോൾ ഓഡിറ്റ് ക്ലിയർ ചെയ്യാനോ
അല്ലെങ്കിൽ ഒരു ഫിനാൻസ് മാനേജ് ചെയ്യാനോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സർവീസ് ചെയ്യുന്നതിനൊരു ചാർട്ട് ഉണ്ടാവില്ല, അവരിലൊരു ചെയ്തതിൻ്റെ ഒരു കണക്ക് ഉണ്ടാവും, അവർ എന്തൊക്കെ പണിയെടുത്തു, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് ഉണ്ടാവും, ഒരു ആനുവൽ റിപ്പോർട്ട് കാണും. ഇതൊന്നും ഇല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് വീണ വിജയൻ്റെ കമ്പനിയോട് ചോദിക്കുന്നത്. അതിനൊന്നും ഉത്തരം കൊടുക്കാൻ പറ്റാതെ മോൻ. പിന്നെ ഹൈക്കോടതിയിൽ ഇരുന്ന കേസാണ്, അതായത് CMRL ED ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ, കേരള ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന ED സമൻസ് അത് ഇന്നലെയാണ് കേരള ഹൈക്കോടതി ക്ലിയറൻസ് കൊടുത്തത്. അതായത് EDക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. അല്ലാതെ VD സതീശൻ പ്രധാനമന്ത്രിയെ പോയി കണ്ടതുകൊണ്ട് ഇന്ന് വീണ വിജയൻ്റെ വീട്ടിൽ കയറിയിട്ട് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ വീട്ടിൽ കയറിയിട്ട് ഇവരങ്ങോട്ട് അന്വേഷണത്തിന് മുതിർന്ന് വന്നതല്ല ED. കേരള ഹൈക്കോടതിയിൽ നിന്ന് അവരുടെ സമൻസ് മുന്നോട്ട് നീക്കാം, അവർക്ക് റെയ്ഡ് നടത്താം എന്നുള്ള ക്ലിയറൻസ് ആണ് ഇന്നലെ കിട്ടി. അതുകൊണ്ടാണിത് ഇപ്പം ED റെയ്ഡ് നടന്നത്. മനസ്സിലായോ? അന്തംകമ്മികൾ മിനിമം ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഏറ്റവും എന്താ പറയുക ലൈറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക്. നിങ്ങൾ ആരെങ്കിലും ഇത് അറിഞ്ഞ് മനസ്സിലാക്കി ഇത് പാർട്ടിക്ക് വന്ന വള്ളിയല്ല, വീണ വിജയൻ്റെ വള്ളിയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എഗെയിൻ ഞാൻ പറയുന്നത്. ഇനി ഷോൺ ജോർജ്, ഈ കേസിൻ്റെ പിന്നാലെ നടന്ന ഒരുപാട് പേരുണ്ട്. അതിലൊരാളാണ് ഷോൺ ജോർജ്, മാത്യു കുഴൽനാടൻ, ഷോൺ ജോർജ്, കുറേ പേര് ഇതിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷോൺ ജോർജ് ഇപ്പോഴും ഇതിന് പിന്നാലെയാണ്. ഷോൺ ജോർജ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്ക്. ഈ കേസ് ഇതുവരെ തടസ്സപ്പെടുത്താൻ മാത്രം സംസ്ഥാനത്തെ KSIDC ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലും അതുപോലെ CMRLലും വീണ വിജയനുമായിട്ട് എന്റെ കണക്കൂട്ടിൽ 9 കോടി രൂപ അതിലധികം വക്കീൽ ഫീസ് കൊടുത്തിട്ടുണ്ട് ഈ കാലഘട്ടങ്ങളിൽ. വീണ ഈ സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമായ KSIDC മാത്രം എന്റെ വിശ്വാസത്തിൽ 2 കോടി രൂപയ്ക്ക് അടുത്ത് വക്കീൽ ഫീസ് കൊടുത്തിട്ടുണ്ട് കേസിനെ തടസ്സപ്പെടുത്താൻ മാത്രം. 8 കേസുകളാണ് ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ കേരള ഹൈക്കോടതിയിലും ബാംഗ്ലൂർ ഹൈക്കോടതിയിലും ചെന്നൈ ഹൈക്കോടതിയിലും ഡൽഹി ഹൈക്കോടതിയിലും സ്റ്റിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി നമുക്ക് പരിമിതികൾ ധാരാളം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് SFIയുടെ അന്വേഷണം പൂർത്തീകരിച്ച് വീണ വിജയൻ പ്രതിയായി, വീണ വിജയൻ അതിനകത്ത് 3-ാം പ്രതിയാണ്. ആ കുറ്റപത്രം എറണാകുളം ജില്ലാ കോടതി 7, അതാണ് SFI കോടതി, ആ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ വീണ വിജയൻ 3-ാം പ്രതിയാണെന്ന് മാത്രമല്ല PMLA ആക്ട് പ്രകാരം അന്വേഷിക്കേണ്ട കുറ്റകൃത്യങ്ങൾ വീണയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി ആ കുറ്റപത്രത്തിൽ റിപ്പോർട്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി EDയുടെ എൻക്വയറി ആവശ്യമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരാതി നൽകിയിരുന്നു. ED അതിന്മേൽ ആദ്യത്തെ നോട്ടീസ് കൊടുത്തപ്പോൾ തന്നെ കേരള ഹൈക്കോടതിയിൽ നിന്നും ഈ പ്രസ്തുത കമ്പനി CMRL കമ്പനി കേരള ഹൈക്കോടതിയിൽ നിന്നും ED എൻക്വയറി തടസ്സപ്പെടുത്തിക്കൊണ്ട് സ്റ്റേ മേടിച്ചു. ആ സ്റ്റേ ആണ് ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്നലെ തള്ളിയത്. ഇന്നലെ അവരുടെ ഹർജി തള്ളിക്കൊണ്ട് അന്വേഷണം നടക്കട്ടെ എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നടന്നിട്ടുള്ള ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. EDക്ക് ഇപ്പോൾ നിയമപരമായ തടസ്സങ്ങളില്ല, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഈ SFI എൻക്വയറിയിൽ 3-ാം പ്രതിയായിട്ടുള്ള വീണയുടെ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കേണ്ട സ്റ്റേജിൽ, കോടതി നടപടികൾ ആരംഭിക്കുന്ന സ്റ്റേജിൽ പ്രൊസീജിയറൽ എറർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഇവർ CMRL ഹർജി സമർപ്പിച്ചതും. അത് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇപ്പോൾ സ്റ്റേ ആണ്. അത് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുക, അത് ജൂലൈ മാസത്തിൽ വരികയാണ്. തുക ഇതൊന്നുമല്ല. ഇപ്പോൾ 1,32,00,000 രൂപ നമ്മുടെ മുമ്പിൽ പെട്ടു, അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പറഞ്ഞ പോലെ ബ്ലാക്ക് മണി ആയിട്ട് കൈപ്പറ്റിയിട്ടുള്ള പണം ഇതിൻ്റെ എത്രയോ ഇരട്ടിയാണ്. 2016 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ അബുദാബി കൊമേഴ്ഷ്യൽ, ഞാൻ വീണ്ടും ഉറപ്പിച്ച് പറയുന്നു, അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ വീണ T അതുപോലെ സുനീഷ് M എന്നീ 2 പേർ ജോയിൻറ്റ് സിഗ്നേച്ചറീറ്റ് ആയിട്ടുള്ള അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ ആവറേജ് ബാലൻസ് 10 കോടി രൂപയായിരുന്നു 16 മുതൽ 19 വരെയുള്ള കാലഘട്ടങ്ങളിൽ. 19 ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് ആ പണം പോയേക്കുന്നത് വിദേശ രാജ്യത്തായിട്ടാണ്, മറ്റു വിദേശ രാജ്യങ്ങളിലേക്കാണ്. ഇവിടെ നിന്നും ദുബായ് വഴി റൂട്ട് ചെയ്ത് അമേരിക്കയിലേക്കും കാനഡയിലേക്കും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിച്ച പണം ചെറുതല്ല, അത് ഒത്തിരി വലിയ തുകയാണ്. ഇവിടെ ബ്ലാക്ക് വൈറ്റ് ആക്കുന്ന പരിപാടി ഈ പറഞ്ഞ CMRLലെ കരിമണൽ കറുത്ത ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ എവിഡൻ്റ് ആണ്. പണ്ട് കൈരളി TVക്ക് ഈ പറഞ്ഞ കരിമണൽ കറുത്ത കൊടുത്തൊരു ഇൻ്റർവ്യൂ ഉണ്ട്.
ഈ ഇൻ്റർവ്യൂവിനകത്ത് നിങ്ങൾ നോട്ട് ചെയ്യണം, ഇത് കൈരളി ടി വിക്ക് കരിമണൽ കർത്ത കൊടുത്ത ഇൻ്റർവ്യൂ ആണ്. ഇതിനകത്ത് കരിമണൽ കർത്ത വളരെ വ്യക്തമായിട്ട് ആ കരിമണൽ കർത്തയിൽ നിന്ന് കുറച്ചധികം ആളുകൾ, ഓക്കെ, അതായത് രാഷ്ട്രീയക്കാരാണെങ്കിലും പിന്നെ ഈ പറഞ്ഞ കരിമണൽ ഖനനത്തിനെതിരെ പറയുന്ന കുറച്ച് എന്താ പറയുക എൻവയോൺമെൻ്റൽ ഇസ്റ്റുകളുണ്ടല്ലോ, അവരായിട്ടുള്ള കുറേ ആളുകൾ, പ്രകൃതി സ്നേഹികൾ, ഇവരൊക്കെ മേടിച്ചു കൂട്ടിയ കാശ് ഒരുപാടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ അത് പറയാൻ ധൈര്യമില്ല എന്ന് പറഞ്ഞുള്ളൊരു കാര്യം ഇയാൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഈ കരിമണൽ കർത്ത അയാൾ ഈ പറഞ്ഞ കരിമണൽ ഖനനം എന്താണ് ഇതിൻ്റെ ഗ്രാവിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്ക് ഇതിപ്പോൾ പറഞ്ഞു തരാൻ ഒരു വീഡിയോ അല്ല, ഒരുപാട് വീഡിയോകളുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ പറയുകയാണ്, ഇതിൽ ഹെൽ ലോട്ട് ഓഫ് എമൗണ്ട് ഇതിനകത്ത് മറിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഷോൺ ജോർജ് പറഞ്ഞ പോലെ ബിനാമി പേരുകളിൽ അല്ലെങ്കിൽ അക്കൗണ്ടിൽ കാണിക്കാതെയൊക്കെ പല എമൗണ്ടുകൾ ഇന്ത്യക്ക് പുറത്തും ഡീലായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരണ്ടേ? ആൻഡ് സ്റ്റിൽ ഈ പറഞ്ഞ കരിമണൽ കർത്തയുടെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. കരിമണൽ കർത്തയുടെ ഡയറി പുറത്തു വന്ന സമയത്ത് ഇന്ന് മന്ത്രിയായിട്ട് ഈ VD സതീശൻ ഗവൺമെൻറ് ഇരിക്കുന്ന ആളുകൾ പലരും, ഈവൻ VD എന്ന് വെച്ച പേരടക്കം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ പറഞ്ഞ ഡയറിക്കകത്ത് പേര് കാണാൻ പറ്റും. കുഞ്ഞാലിക്കുട്ടി അടക്കം പലരുടെയും പേര് അതിനകത്ത് കാണാൻ പറ്റും. അപ്പം ഈ കാശൊക്കെ എന്തിനാണ് കരിമണൽ കർത്ത കൊടുക്കുന്നത്? അയാൾ സഹായമായിട്ട് പാർട്ടിക്ക് കൊടുത്ത കാശാന്നുള്ളതൊക്കെയാണ് അയാൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇതൊന്നും എവിടെയും അയാൾ അക്കൗണ്ട് ചെയ്തിട്ടില്ല, എവിടെയും അക്കൗണ്ടിൽ കാണിച്ചിട്ടില്ല. അതൊക്കെ ലക്ഷം കോടിക്കണക്കിന് രൂപയുടെ കണക്കുകളാണ് അതൊക്കെ. നിങ്ങൾ ആലോചിക്കുക, അയാളുടെ ഡയറിയിൽ പേരുള്ള ആൾക്കാർ ഇന്ന് UDF ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ഇവിടെ മന്ത്രിയായിട്ടിരിക്കുന്നു. ഇയാൾ പൈസ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. BJPക്കാർക്കും UDF ആർക്കും LDF ആർക്കും ഒക്കെ ഇയാൾ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ഈ കേസ് വേറെ ലെവൽ സാധനമാണ്. കരിമണൽ കർത്തൻ്റെ ബൈറ്റ് ഞാൻ എന്തായാലും ഇവിടെ പ്ലേ ചെയ്യാം. കേരളത്തിൽ കരിമണൽ ഖനനത്തിനെതിരെ നടക്കുന്ന സമരങ്ങൾ, ഉയരുന്ന ശബ്ദങ്ങൾ, അതിൻ്റെയൊക്കെ പുറകിൽ ഇപ്പോ കരിമണൽ കള്ളക്കടത്ത് നടത്തുന്ന ലോബി ഉണ്ട് എന്ന് ആ വാദം താങ്കൾ പങ്കിടുന്നുണ്ടോ? 101% ഞാൻ അതിനെ അംഗീകരിക്കുന്നു. അത് ശരിയാണ്. ഈ പരിസ്ഥിതിവാദികൾക്ക് പുറകിൽ, ഒപ്പം തന്നെ കരിമണൽ ഖനനം കേരളത്തിന് അപകടമാണ് എന്ന് പറയുന്ന നേതാക്കൾക്ക് പിറകിൽ ഒക്കെ ഈ ലോബി പ്രവർത്തിക്കുന്നുണ്ട്. ഒരു തരത്തിൽ പല വേഷങ്ങളിൽ പല ഭാവങ്ങളിൽ. താങ്കൾ ഈ 2 സെന്റൻസിലൂടെ തള്ളി പറയുന്നത് കേരളത്തിൽ ആദർശപരമായ നിലപാടെടുക്കുന്ന ഒരുപാട് നേതാക്കളെയാണ്. കേരളത്തിന്റെ പാരിസ്ഥിതിക ഉത്കണ്ഠകൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരുപാട് സംഘടനകളെയും പരിസ്ഥിതി പ്രവർത്തകരെയും. അതിന് വലിയൊരു രസമുണ്ട്. അങ്ങനെ ആദർശത്തിന്റെ പരിവേഷം ധരിച്ച് പറഞ്ഞ ആൾക്കാർക്ക് അവര് കൺസിസ്റ്റ് ആയിട്ട് ഒറ്റ കാര്യത്തിൽ തന്നെ ഉറച്ചെന്ന് പറയും. എന്റെ കാര്യത്തിൽ നോക്കൂ, എന്റെ വിഷയം ശരിയായി ഡേറ്റ് ബാർ വെച്ച് പഠിച്ചാൽ കേരള ജനതയെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ താങ്കൾ എന്നോട് ചോദിച്ചത്. ഇല്ലെങ്കിൽ ഇത് ഞാൻ മറന്നു പോവുമായിരുന്നു, വിട്ടുപോകുമായിരുന്നു. എന്നാ കേരള ജനതയുടെ ഞെട്ടല് പൂർണ്ണമാവട്ടെ. ആരാണ് മറ്റേ കരിമണൽ കടത്ത് ലോബിയിൽ നിന്ന് കാശ് വാങ്ങുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകർ, പ്രമുഖ നേതാക്കൾ? താങ്കൾക്ക് പറയാൻ കഴിയുമോ? അത്രയുള്ള ഒരു നട്ടല് ഇപ്പൊ പ്രകടിപ്പിക്കണില്ല. വ്യവസായി ആയതുകൊണ്ടാണ്. വ്യവസായി ആയതുകൊണ്ടാണ്. അപ്പൊ ചോദിക്കട്ടെ, ഈ പദ്ധതി നടപ്പാക്കി തരാം, കാശ് വേണം എന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ, ഭരണാധികാരികൾ, നേതാക്കൾ താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ നിയമപരമാണല്ലോ. നിയമപരമാണ്. ആരെങ്കിലും നിയമപരമായ കാര്യങ്ങൾ നടക്കാൻ തന്നെ പണം ചോദിക്കുന്ന നാടാണിത്. അതിനെയാണ് നമ്മൾ അഴിമതി എന്ന് പറയുന്നത്. അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും? പണം കൊടുത്ത് മറ്റവനെ എനിക്ക് എതിരുള്ള ശക്തിയേക്കാൾ കൂടുതൽ പണം എനിക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും കൊല്ലം എന്റെ പാഴാക്കേണ്ട പറ്റില്ലായിരുന്നു. താങ്കൾ നേരത്തെ പറഞ്ഞു നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ സ്ഥാപനം ഞാൻ അടച്ചുപൂട്ടുമെന്ന് പറഞ്ഞു. എന്നാലും കാശ് കൊടുക്കില്ല എന്നൊരു നിലപാടാണോ അത്? അങ്ങനെ കൊടുക്കില്ല. സംതിങ് ഞാൻ കൈക്കൂലി കൊടുക്കില്ല. കൈക്കൂലി കൊടുക്കില്ല. സഹായിക്കും. ഞാൻ പറയുന്നത് ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ സംഭാവന ചോദിച്ചാൽ സഹായിക്കും. കൈക്കൂലി ഞാൻ കൊടുക്കില്ല. എന്റെ അവകാശമല്ലാത്ത ഒന്നും എനിക്ക് വേണ്ട. ഇത് എങ്ങനെയുണ്ട്? കരിമണൽ കർത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞാൽ ഞാൻ സഹായിക്കും, ഞാൻ കൈക്കൂലി കൊടുക്കില്ല. സഹായിച്ചവരുടെ ലിസ്റ്റും പേരൊക്കെയാണ് ഈ പറഞ്ഞ ഡയറിക്കകത്തുണ്ടായിരുന്നത്. ഈവൺ ഈ പിണറായി വിജയൻ്റെ മകളെ കമ്പനി പല രീതിയിലുള്ള കണക്കുകൾ കാണിച്ച് പല രീതിയിലുള്ള എന്താ പറയുക ഇൻപുട്ടുകൾ കമ്പനിയിലേക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം?
ഇവർക്ക് കാശ് എഴുതി വാങ്ങാം, സഹായമാണത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് വലിയൊരു സ്കാമാണ്. ആൻഡ് ഇത് മാത്രമല്ല, വീണ വിജയൻ ഒരു പ്രാവശ്യം ഇതുപോലെ മൊഴിയായിട്ട് തൻ്റെ ഭാഗത്ത് നിന്ന് തൻ്റെ കമ്പനി ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളും CMRL ചെയ്തു കൊടുത്തിട്ടില്ല എന്നുള്ളൊരു മൊഴി കൊടുത്തതായിട്ട് ഒരു വർഷം മുമ്പ് ഒരു ന്യൂസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് വീണ്ടും വീണ വിജയൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അങ്ങനത്തെ ഒരു മൊഴി ഞാൻ കൊടുത്തിട്ടില്ല, ഇത് പത്രമാധ്യമങ്ങളിൽ തെറ്റിദ്ധരിക്കാൻ വേണ്ടി തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിൽ വന്നതാണെന്ന് പറഞ്ഞിട്ട് വേറൊരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം SFI അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ അന്വേഷണ റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ വീണ തന്നെ താൻ CMRൽ നിന്നും ഇത്തരത്തിൽ സേവനം വാങ്ങാതെയാണ് പണം കൈപ്പറ്റിയെന്നുള്ള നിർണായകമായ മൊഴി നൽകിയിട്ടുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ വീണയുടെ മൊഴിക്കൊപ്പം തന്നെ CMRലെയും എക്സാലോജിക്കിലെയും ജീവനക്കാർ IT ഹെഡ് അവരെ ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട മൊഴി നൽകിയിട്ടുണ്ടെന്നും ഈ CMRലിന്റെ എക്സാലോജിക്ക് ദുരൂഹ ഇടപാടുമായി ബന്ധപ്പെട്ട് SFI നടത്തിയ അല്ലെങ്കിൽ കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. CMRൽ എക്സാലോജിക് ദുരൂഹ ഇടപാടിൽ CMRൽ MD ശശിധരൻ കർത്തിയുമായി ചേർന്ന് വീണ വിജയൻ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തിയിട്ടുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവരെ പ്രതി ചേർത്ത് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് പോയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വിവാദങ്ങളെല്ലാം ഉയർന്നു വന്ന ഘട്ടത്തിൽ അതിൽ CPM നേതാക്കളും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വിശദീകരിച്ചിരുന്നത് ഇതിലൊരു അവർ സേവനം നൽകി, ആ സേവനം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പണം നൽകി അതിന് പിന്നീട് നികുതി അടച്ചിട്ടുണ്ടെന്നായിരുന്നു. പക്ഷേ ആ വാദങ്ങളെല്ലാം തള്ളിക്കളയുന്നതാണ് ഇപ്പോൾ വീണ വിജയൻ തന്നെ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായ ആ അന്വേഷണ റിപ്പോർട്ടിനോടൊപ്പം സമർപ്പിച്ച ആ റിപ്പോർട്ടിൽ തന്നെ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് 31ാമത്തെ പാരഗ്രാഫിലാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഇത്തരത്തിൽ പരിശോധനയിലും അന്വേഷണത്തിൽ ഇത്തരത്തിലൊരു സേവനവും നൽകിയിട്ടില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മൊഴികൾ എക്സാലോജിക്കിന്റെയും CMRലിന്റെയും ജീവനക്കാരുടെ ഭാഗത്തുനിന്നും IT ഹെഡുകളുടെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ വീണ ഹെർസെൽഫ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ സേവനം നൽകാതെയാണ് ഈ പണം കൈപ്പറ്റിയെന്ന് വീണ തന്നെ തുറന്ന് സമ്മതിക്കണം. അപ്പോൾ സ്വാഭാവികമായും ഇനിയുള്ള അന്വേഷണത്തിൽ ഏറ്റവും വലിയ കുരുക്കാകുക ഈ ഒരു മൊഴിയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. SFIOക്ക് മൊഴി കൊടുത്ത സമയത്ത് വീണ വിജയൻ ഇതുപോലെ ഒരു സേവനവും കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാണ്. SFIO ഇതിലൊരു ഫിനാൻഷ്യൽ ഫ്രോഡ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ EDക്ക് വരാം, ഇടപെടാം, അവർക്ക് അന്വേഷിക്കാം, രേഖകളുണ്ടോ നോക്കാം. ഇന്നിപ്പോൾ മീഡിയയിലൊക്കെ കണ്ടു വണ്ടിയൊക്കെ അടിച്ചു പൊട്ടിച്ച് ഒന്നും കിട്ടിയില്ല, ഇവിടുന്ന് അവർ കൊടുത്തു, അവർ രേഖകളും ഇതുവരെയായിട്ട് കിട്ടിയില്ല എന്നുള്ളതാണ് ED കൊടുത്തത്. EDക്ക് ഒന്നും കിട്ടാതെയാണോ ഇത്രയും 8 മണിക്കൂർ 9 മണിക്കൂർ പിണറായി വിജയനെയും ഫാമിലിനെയും ഹരാസ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങൾ വരുന്നത് കണ്ടു. അവർക്ക് അവരുടെ ഡ്യൂട്ടി എക്സസൈസ് ചെയ്യണ്ടേ? കേന്ദ്രം പറഞ്ഞു വിട്ട് ED നേരിട്ട് വന്ന ഒരാളെ ഹരാസ് ചെയ്യുന്ന ഒരു കേസ് പോലെയാണ് എന്ന് നിങ്ങൾക്ക് ഇനി ഇത് തോന്നുന്നുണ്ടോ? സീരിയസ്ലി അങ്ങനെയൊക്കെ തോന്നുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോക അന്തംകമ്മികളെന്നല്ല, നിങ്ങൾക്ക് അതിൻ്റെ വേറൊന്നും എനിക്ക് പേരിട്ട് വിളിക്കാനില്ല. ഞാനിവിടെ കുറച്ച് അങ്ങനത്തെ ലോക അന്തംകമ്മികളുടെ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. ആ സത്യസന്ധമായ മുഖ്യമന്ത്രിനെ കരിതേക്കാനായിട്ടല്ലേ ഈ തോന്നിയസം കളിക്കുന്നത്? വിടൂല, സതീശനും വിടൂല, മോദിനെയും വിടൂല, EDനെയും വിടൂല. EDനെ നമ്മൾ വിടില്ല. ഇത് രാഷ്ട്രീയപരമായ വേട്ടയാടലാണ്. ഇത് പിണറായി വിജയന് ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വർഷം വിടൂല. സതീശനും വിടൂല, മോദിനെയും വിടൂല, EDനെയും വിടൂല. നമുക്കിതേ പറയുന്നു. ജനങ്ങൾ ആരാധിക്കുന്ന നിരവധി CPM നേതാക്കളുണ്ട്. ആ നേതാക്കളെയെല്ലാം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി മോഡിയുടെ നേതൃത്വത്തിലുള്ള സതീശന്റെ നേതൃത്വത്തിലുള്ള UDF ഉണ്ടാക്കിയ ഒരു തിരക്കഥയാണ്. ഈ തിരക്കഥയ്ക്ക് മുമ്പിൽ ജനങ്ങൾ ഒരു തരത്തിൽ മുട്ടുമടക്കില്ല എന്ന പ്രഖ്യാപനമാണ് ഈ സമരത്തിലുടനീളം ജനങ്ങൾ വികാരം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അധികാരത്തിൽ കയറിയിട്ട് രണ്ടാമത്തെ മൂന്നാം ദിവസം ഈ തരത്തിലാണ് VD സതീശൻ കളിക്കുന്നതെങ്കിൽ കേരളം കത്തിക്കേണ്ടവരുടെ ചെയ്യുന്നത്. ഉറപ്പായിട്ടും പിണറായി വിജയന്റെ വീട്ടിലോ ദേഹത്തോ ഈ രീതിയിലേക്ക് കളിക്കാൻ വരികയാണെങ്കിൽ VD സതീശൻ അവിടെ നല്ല രീതിയിൽ കടന്നുറങ്ങൂല. എൻ്റെ മോനെ, എന്തുവാണ് ഇത്? തലയിൽ ബുദ്ധിക്ക് വരും പരിപാടിയും കട്ടൻ ചായയും ബീഡി കുറ്റിയൊക്കെ വെച്ച് നടന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. AG സെൻറ്ററിൽ നിന്നുള്ള ക്യാപ്സ്യൂൾ എന്താണെങ്കിലും ഒരു പരിധി വരെ മറ്റേ കമ്മികളുണ്ടല്ലോ, ഇത് ഉയർ കമ്മ്യൂണിസ്റ്റിന് ഉടൽ കമ്മ്യൂണിസ്റ്റിന് എന്ന് പറഞ്ഞ് നടക്കുന്ന കമ്മികൾക്ക് എന്താണെങ്കിലും ഫലിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഇപ്പോഴും വിചാരം എന്താണ്? ഇത് VD സതീശൻ ചെയ്തതാ, ഇത് രാഹുൽ ഗാന്ധി ചെയ്തതാ, ഇത് നരേന്ദ്രമോദി ചെയ്തതാ, അതൊക്കെയാണ് ഇവരുടെ വിചാരം. പിന്നെ ഇതൊക്കെ പാർട്ടിക്കെതിരെയാണ് എന്നുള്ളൊരു നറേറ്റീവ്, അതാണ് ഇതിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം. പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി തന്നെ ഇതിൽ ഡയറക്റ്റ് ഇൻവോൾവ് ആക്കിയിട്ടില്ല ഇതുവരെ. അവർ ആക്കോ ഇല്ല എന്നുള്ള നമുക്കറിയില്ല. അധികാരത്തിലിരുന്ന സമയത്ത് അധികാര ദുർവിനിയോഗം ചെയ്ത് മകളെ രക്ഷിച്ചെടുക്കാൻ നോക്കി എന്നുള്ളൊരു ഫാക്ടറൊക്കെ കൊണ്ടുവരാമെന്നാണ്. അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ വന്നത് വീണ വിജയൻ്റെ പിന്നാലെയാണ്. ഏത് രീതിയിലുള്ള
പ്രവർത്തനമാണ് എക്സാലോജിക് എന്ന് പറഞ്ഞ വീണാ വിജയൻ്റെ സ്ഥാപനം. CMRL എന്തൊക്കെ ഇൻപുട്ടുകൾ കൊടുത്തിട്ടുണ്ട്, എന്ത് സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, എന്ത് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുത്തോ, അവിടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തോ, എന്താ ചെയ്തതെന്നുള്ളതിനെ കുറിച്ചിട്ട് കമ്മിയാണെങ്കിലും ഒന്ന് പറഞ്ഞാൽ, കമ്മി നേതാക്കന്മാർ 4 ആളൊന്ന് പറഞ്ഞാൽ എന്താണ് എക്സാലോജിക് ചെയ്തതെന്ന്. IT സൊല്യൂഷൻ കമ്പനിയാണ് എക്സാലോജിക് എന്നാണ് എൻ്റെ അറിവ്. അവരെന്ത് ചെയ്തു കൊടുത്തു CMRL? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഇത് വേറെ ഇതൊന്ന് കേൾക്കണേ നിങ്ങൾ, ലുട്ടാപ്പിയുടെ വേർഷൻ. ഇത് പാർട്ടിയെ വേട്ടയാടുന്നതാണ്. ചോദ്യം മനസ്സിലായി, ആ കുത്തിരിപ്പ് ചോദ്യം കയ്യിൽ വെച്ചിരുന്നാൽ മതി. ചോദ്യം പാർട്ടിക്കെതിരായിട്ടുള്ള പറഞ്ഞല്ലോ, ഇത് ചെങ്കൊടിയെ പ്രതിരോധിക്കലാണ്, പാർട്ടിയെ പ്രതിരോധിക്കലാണ്. പിണറായി വിജയന്റെ വീട്ടിലേക്ക് ഇല്ലാത്തൊരു കേസ്. എന്ത് കേസായത്? കേസിന്റെ മെരിറ്റ് മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാത്തതാണ്. മാത്യു കുഴൽനാടൻ സുപ്രീം കോടതിയിലേക്ക് വന്നതല്ലേ, എടുത്ത് ദൂരെ എറിഞ്ഞില്ലേ? അതെ പറയട്ടെ, വെയിറ്റ് ചെയ്യൂ. ഇതെല്ലാം ഇതിന്റെ മുമ്പിൽ തന്നെയാണല്ലോ നടന്നത്. അപ്പൊ എനിക്കറിയാം ഈ ചോദ്യങ്ങളെല്ലാം എവിടെ നിന്നുണ്ടാകുന്നുവെന്നും ഈ ചോദ്യങ്ങളെല്ലാം എന്തിലേക്ക് നീങ്ങുന്നുവെന്നും. അതെല്ലാം നല്ല ഒന്നാന്തരം കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളാണ്. ED പേടിക്കുന്നില്ല, പിന്നല്ലേ നിങ്ങൾ 4-5 പേരുടെ കുത്തിത്തിരിപ്പ് ചോദ്യം കയ്യിൽ വെച്ചിരുന്നാൽ മതി. ED പേടിക്കുന്നില്ല, പിന്നെ മീഡിയനെ പേടിച്ചേ പറ്റും മിസ്റ്റർ. ഇന്നലെ SFIക്കാരോട് ഇരിക്കുക പറഞ്ഞുള്ള കാണിക്കലൊക്കെ കണ്ടിരുന്നത്. ഒരു സൈഡിൽ ഇരിക്കാൻ പറയുന്നത്, മറ്റേ സൈഡിൽ പോയിട്ട് തൊട്ട് കഴിഞ്ഞാൽ തീർക്കുന്നു പറയുന്നു. നിന്നെപ്പോലൊരു വിഷം, ലുട്ടാപ്പി എന്നല്ല, രാജവെമ്പാലാണ് ഇവൻ്റെ പേര്, ഞാൻ പറയുന്നില്ല, അത് പോട്ടെ. കണ്ടോ ഇവനൊക്കെ നറേറ്റീവ് കണ്ടില്ല? ഏതാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇട്ട് കൊടുക്കുക, പാവങ്ങളായിട്ടുള്ള ചിന്തിക്കാൻ ബുദ്ധിയില്ലാത്ത ക്യാപ്സ്യൂൾ മാത്രം, AKG സെൻറ്ററിൽ നിന്ന് കിട്ടുന്ന ക്യാപ്സ്യൂൾ മാത്രം തലയിൽ വെച്ച് നടക്കുന്നവർക്ക് ഈ സാധനം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അവന് വികാരം പൊട്ടു. ഞങ്ങളെ പിണറായിയെ തീർക്കാൻ മോദിയുടെ EDയും അങ്ങനെ ചിന്തിക്കുന്നവർ മുന്നിക്ക് ഇങ്ങനത്തെ സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്കാണല്ലോ. അതുകൊണ്ടാണല്ലോ ഒന്ന് ED സഞ്ചരിച്ചിരുന്ന വാഹനമൊക്കെ അടിച്ച് പൊട്ടിച്ചത്. മക്കളെ പോലീസല്ല, പട്ടാളം വരും. വെറുതെ മണ്ടത്തരം കാണിക്കരുത്. SFIയിലെ കുറേ ആൾക്കാരൊക്കെ അതിനിടയിൽ കൂടി ചെക്കന്മാർ പോയി ഇറങ്ങി ഗേറ്റ് ഉന്തി പൊട്ടിക്കലും കാറ് മുന്നിൽ ചാടലും അടിച്ചു പൊട്ടിച്ചതിന് SFIക്കാരെ അറസ്റ്റ് ചെയ്തെന്നൊക്കെ കേൾക്കുന്നുണ്ട്. മക്കളെ നിങ്ങളുടെ ഭാവി തുടങ്ങി വിട്ടു. പിണറായി വിജയൻ്റെ മകൾ കമ്പനി ഉണ്ടാക്കി, ഔട്ട്സൈഡ് ഇന്ത്യ സെറ്റിലുമായി, സെറ്റിൽമെൻറ്റ്സും ചെയ്ത്, അതിൻ്റെ അന്വേഷണവും കേസുമാണ് നടക്കുന്നത്. നിങ്ങൾക്ക് എന്ത് മറ്റത് കിട്ടാനതെന്ന് ഒരു പരിപ്പോടെ വാങ്ങാൻ പോലുള്ള കാശ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടാൻ പോകുന്നില്ല. കേസ് വേറെ, ലൈഫും കോഞ്ഞാട്ടിയോ. ഈ പിണറായി വിജയൻ്റെ എക്സ്പ്ലനേഷൻ നമുക്കെല്ലാം അറിയാവുന്ന പോലെ പെട്ടെന്നുണ്ടായ കാര്യമല്ല. നമ്മുടെ ഇത്തരമൊരു വീട്ടിൽ കയറിയുള്ള പരിശോധന ED ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. ഈ പരിശോധന ചിലർക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുന്നതാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ. കാരണം എന്തുകൊണ്ട് പിണറായി വിജയന്റെ വീട് റെഡി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം. നമ്മുടെ രാജ്യത്തിലെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള ആക്രമണ നടപടികളാണ് എല്ലാ കാലത്തും BJP ഗവൺമെന്റ് തുറന്നു വരുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ തങ്ങളുടെ പാർട്ടിക്കാരല്ലാത്ത പാർട്ടിക്കാർക്ക് നേരെ EDയുടെ കടന്നുകയറ്റം നടന്നോട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. സാറെല്ലാം പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് ആവശ്യം ഇതാണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ ആവശ്യം അതാണ്, എന്നെ EDയെ കൊണ്ട് പിടിപ്പിക്കണം, എൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തണം. സാർ എന്തുകൊണ്ട് എൻ്റെ മകളുടെ കമ്പനി വഴിവിട്ട രീതിയിൽ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തിട്ടില്ല? കൈപ്പറ്റിയ പൈസ കൃത്യമായ ഇന്ന സേവനങ്ങൾ CMRL ചെയ്തു കൊടുത്തത് കൊണ്ട് അവരുടെ കമ്പനിയിലേക്ക് വന്ന കാശാണ് എന്നുള്ളത് അച്ഛന് പറയാലോ. അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിട്ടിരുന്നു നിങ്ങൾ, ആ ടൈമിൽ നിങ്ങൾക്ക് അത് അന്വേഷിച്ചിരിക്കാം. ഇപ്പം നിങ്ങൾ അച്ഛനായിട്ടിരിക്കുമ്പോൾ മകളുടെ കമ്പനിയിൽ ഇങ്ങനത്തെ ഒരു വിഷയം നടക്കുമ്പോൾ മകളോട് ചോദിക്കാം നിങ്ങൾക്ക്, നിങ്ങളെന്താ അതൊന്നും മീഡിയയുടെ മുന്നിൽ പറയാത്ത? എന്താണ് കമ്പനിയുടെ കാര്യങ്ങൾ? എന്തിനാണ് ഈ ഒരു അന്വേഷണം വന്നത്? ഇത് നിങ്ങൾ വഴി തിരിച്ചു വിടില്ല ജനങ്ങളുടെ മുന്നിൽ. ജനങ്ങളെ പൊട്ടനാക്കരുത്, നിങ്ങൾ മണ്ടന്മാരാക്കരുത് നിങ്ങളുടെ അണികളെ.
കമോൺ, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോടാണ്, നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാരോടാണ് പറയുന്നത്. നിങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഇവർ മുങ്ങുകയാണ് കുറച്ച് നേതാക്കന്മാർ. നിങ്ങളത് വിശ്വസിക്കരുത് ഒരിക്കലും. CMRL-ഉം എക്സാലോജിക്കും തമ്മിലുള്ള ഈ പറഞ്ഞ കോടിക്കണക്കിന് രൂപയുടെ ഡീല് എന്ത് സേവനത്തിന്റെ മുകളിൽ നടന്നു എന്നുള്ളത് മാത്രം ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ ഒന്ന് കമന്റ് ഇടും, ഞാൻ നോക്കട്ടെ. നിങ്ങൾക്ക് അറിയുമോ? അതറിയാത്തത് കൊണ്ടാണ് ഈ ഇത്രയും ഏജൻസികൾ വന്ന് അന്വേഷിച്ചിട്ട് പോണത്. അത് പറയുന്നില്ല അവര് എന്ത് സേവനമാണ് കൊടുത്തേന്നുള്ളത്. പിണറായി വിജയനും അത് സ്കിപ്പ് ചെയ്യാണ്.